ഹലോ, അപ്പോൾ നമ്മൾ ഹാത്തിമിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ വരാൻ പോണേ. അപ്പോൾ നമ്മളൊരു കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പുതിയന്താണി തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പുതിയന്താണി ലീം ബേക്കറിയിലാണ് ഓർഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയോ കാർട്ടൂൺ ക്യാരക്ടറിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ട കേക്കൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ 2 പേരും പുറത്തേക്കും കൂടെ വരികയല്ല കേട്ടോ. ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടും അവിടെ തന്നെ അവരോട് എന്തൊക്കെയോ ചോദിച്ചിട്ടും വേണ്ടിയിട്ടും ഒക്കെ നിൽക്കുക തന്നെയാണ് കേട്ടോ. എന്നാ നമ്മൾ പുറത്ത് ഇനി വേറെ ഷോപ്പുണ്ട്. വാങ്ങിക്കാം. ഇത് ചീത്തതാ. അപ്പോൾ ആൾ എത്ര പറഞ്ഞിട്ട് അനുസരിക്കണുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്നൊക്കെ പിടിച്ച് വലിച്ച് കുറേ ഇതാക്കി. ഞാൻ ഒരുപാട് ഐസും ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ പിന്നെ അടുത്തേന് പോവുക. അപ്പം ഞാൻ പതുക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കിട്ടോ ആളെ. വാങ്ങിച്ചെടുത്തോ? അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഉപ്പിലിട്ട മാങ്ങ ഹാത്തിമിൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ആള് ഉപ്പിലിട്ട മാങ്ങ, ഈ അച്ചാർ, ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ ആൾക്ക് ഭയങ്കര ക്രേവിങ്സാണ്. ഫുഡ് ശരിക്കും കഴിക്കൂല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചോളൂ. അപ്പോൾ അത് മസാല ഒക്കെ കൂട്ടി കഴിച്ച ആൾ ആദ്യം ഷെയർ ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ. ആൾക്ക് വേറെ തന്നെ വേണമെന്ന് പറഞ്ഞു. വേറെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയതൊന്നും ആൾ കഴിക്കൂല, വേസ്റ്റാക്കി കളയും. അതാ ഞാൻ ഒന്നാമത് വാങ്ങിക്കാഞ്ഞ്. പിന്നെ വേറെ എടുത്തു, എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ കരിമ്പ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കിട്ടി. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ റോട്ടിൽ കൂടെ നടന്ന് ഞങ്ങൾ കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ. ആ തണുപ്പുള്ള ജ്യൂസ് കണ്ട് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കരിമ്പ് ജ്യൂസ്.